നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം സംഗ്രഹം, തൃതീയ സ്കന്ധം, 1-ാം അധ്യായം. ഈ സ്കന്ധത്തിലെ പ്രധാന വിഷയം സർഗമാണ്. ശ്രീനാരായണ ബ്രഹ്മസംവാദ രൂപത്തിൽ ചുരുക്കി ചതുശ്ലോകി ഭാഗവതം വർണ്ണിക്കപ്പെട്ടു. ദശലക്ഷണലക്ഷിതമായി അതിനെ കുറച്ചുകൂടി വിസ്തരിച്ച് ബ്രഹ്മാവ് നാരദന് ഉപദേശിച്ചു. ശേഷ സനൽകുമാരാദിദ്വാര അതിനെ കുറച്ചുകൂടി വിസ്തരിക്കാനായി തൃതീയ സ്കന്ധം ആരംഭിക്കുന്നു. വിദുര മൈത്രേയ സംവാദത്തെ ശ്രവിച്ചാൽ കൊള്ളാമെന്നുള്ള പരീക്ഷിത്തിൻ്റെ ആഗ്രഹമറിഞ്ഞ് ബ്രഹ്മരാധൻ ആനന്ദമഗ്നനായി പറഞ്ഞു. ദുര്യോധനൻ പല പല അക്രമങ്ങളും ചെയ്തു. പാണ്ഡവന്മാരെ അരക്കില്ലത്തിലിട്ട് ചുട്ടു. പാഞ്ചാലിയെ മുടിപിടിച്ചിഴച്ച് സഭയിൽ വെച്ച് മാനഭംഗം ചെയ്യാൻ നോക്കി. കള്ളച്ചൂത് കളിച്ച് പാണ്ഡവന്മാരെ കാട്ടിലേക്ക് അയച്ചു. 14 സംവത്സരം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ വാഗ്ദാനപ്രകാരം രാജ്യം തിരികെ കൊടുത്തില്ല. ഭഗവാൻ തന്നെ ദൂതൻ്റെ നിലയ്ക്ക് കുരുസഭയിൽ ചെന്ന് പലതും ഉപദേശിച്ചു നോക്കി. അതും ശ്രവിച്ചില്ല. വിദുരനും പല ഉപദേശങ്ങളും ചെയ്തു നോക്കി. അതുകൊണ്ടും ഫലമുണ്ടായില്ല. അത്ര തന്നെയല്ല, അദ്ദേഹത്തെ പുരത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. മഹാഭാഗവതനായ വിദുരനാകട്ടെ എല്ലാം ആ കരുണാനിധിയായ ഈശ്വരൻ്റെ ലീലയെന്നറിഞ്ഞ് അനാസക്തനായി പുണ്യക്ഷേത്രങ്ങൾ ദർശിച്ചുകൊണ്ട് ലോകത്തിൽ സഞ്ചരിച്ചു. യമുനാ തീരത്തിൽ വെച്ച് ഭഗവാന്റെ നിത്യസഹചരനായ ഉദ്ധവനെ ദർശിച്ചു. ഗാഠഗാഠം ആലിംഗനം ചെയ്ത് ആ ഭാഗവതോത്തമനോട് ചോദിച്ചു, ഭഗവാൻ ദ്വാരകയിൽ ഭക്താനുഗ്രഹം ചെയ്തുകൊണ്ട് സകുശലം വർത്തിക്കുന്നില്ലേ? യാദവന്മാരെല്ലാം ആ കരുണാമൂർത്തിയുടെ ശ്രീപാദപത്മങ്ങളെ തന്നെ സർവാത്മന ശരണം പ്രാപിച്ച് സസുഖം വർത്തിക്കുന്നില്ലേ? ഹേ ഉദ്ധവ, നിരന്തരമായ ഭഗവത് ശുശ്രൂഷ കൊണ്ട് മഹാഭാഗ്യം സമ്പാദിച്ച പുണ്യാത്മാവെ, ലോകത്തെ മുഴുവൻ ചിദാനന്ദലഹരിയിൽ ആറാടിക്കുവാൻ വേണ്ടി അവതാരമെടുത്ത ആ ലീലാകളയവരൻ്റെ ദിവ്യലീലകളെ വർണ്ണിക്കൂ. 2-ാം അധ്യായം. ഭാഗവതോത്തമനായ ഉദ്ധവന് കുറച്ചു നേരത്തേക്ക് ഒന്നും പറയുവാൻ കഴിഞ്ഞില്ല. ഭഗവാന്റെ ദിവ്യലീലകളിൽ തന്നെ ലയിച്ച് നിശബ്ദനായി നിന്നു. ഒരുവിധം മനസ്സിനെ നിയന്ത്രിച്ച് രോമാഞ്ചിത കളയവരനായി അശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് ആ പരമഭാഗവതൻ പറഞ്ഞു. ഭഗവാൻ അന്തർഹിതനായി. കാലസർപ്പത്താൽ യദുകുലം മുഴുവൻ ഗ്രസിക്കപ്പെട്ടു. അവരുടെ കുശലത്തെ ഞാൻ എന്തു പറയട്ടെ? ലോകം ഭാഗ്യം കെട്ടതാണ്. യാദവന്മാർ പ്രത്യേകിച്ചും. അവരാരും ആ കരുണാർണവനെ ശരിക്ക് മനസ്സിലാക്കിയില്ല. അവിടുത്തെ ഓരോ ലീലയും എന്നെ മോഹിപ്പിക്കുന്നു. ഷഡ്ഭാവരഹിതനായ അവിടുത്തെ വസുദേവഗൃഹത്തിലുള്ള ജന്മാനുകരണം, കംസഭയത്താലെന്ന പോലെ ഗോകുലത്തിലുള്ള വാസം, കാലയവനാദികളെ ഭയപ്പെട്ടിട്ടെന്ന പോലെ മധുരയിൽ നിന്നുള്ള പലായനം, ഇവ ഓരോന്നും എന്നെ മോഹിപ്പിക്കുന്നു. കംസവധാനന്തരം വസുദേവദേവകിമാരുടെ സമീപത്തിൽ ചെന്ന്, ഹേ താത, ഹേ അംബ, ഇതുവരെ കംസഭയം ഹേതുവായി ഇവിടെ വന്ന് ശ്രീപാദങ്ങളെ ശുശ്രൂഷിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ആ തെറ്റ് പൊറുക്കേണമേ എന്നുള്ള അവിടുത്തെ വാക്ക് എൻ്റെ മനസ്സിനെ ഖേദിപ്പിക്കുന്നു. ബ്രഹ്മാദികളുടെ കിരീടകോടികളാൽ നിരന്തരം സ്പർശിക്കപ്പെട്ട ശ്രീപാദപത്മങ്ങളോട് കൂടിയ അവിടുന്ന് സിംഹാസനാരൂഢനായ ഉഗ്രസേനനെ സമീപിച്ച് ദാസനെ പോലെ നിന്നുകൊണ്ട് കൈങ്കര്യം ചെയ്യുന്നതും എന്നെ വല്ലാതെ മോഹിപ്പിക്കുന്നു. കാളകൂടവിഷം തന്ന് കൊല്ലുവാൻ ശ്രമിച്ച പൂതനയ്ക്ക് പോലും വംശത്തോടുകൂടി നിത്യാനന്ദം കൊടുത്ത ആ കൃപാമൂർത്തിയെയല്ലാതെ വിവേകി മറ്റാരെ ശരണം പ്രാപിക്കും? അവിടുത്തെ ദിവ്യലീലകൾ എത്ര മനോഹരങ്ങൾ! അതിമൃദുക്കളായ ശ്രീപാദങ്ങൾ കൊണ്ടും കല്ലും മുള്ളും നിറഞ്ഞ വനപ്രദേശത്ത് പോലും ഓടിക്കളിച്ചു. തൻ്റെ പരമഭക്തന്മാരായ ഗോപകുമാരന്മാരെയും ഗോഖലെയും ആനന്ദിപ്പിച്ചില്ലേ?
കാളിയ വിഷദഗ്ധന്മാരായ അവരെ കരുണാമൃതം വർഷിച്ച് ജീവിപ്പിച്ചില്ലേ? മതാക്രാന്തനായ ഇന്ദ്രൻ ഗോകുലനാശത്തിനായി ഘോരവൃഷ്ടി ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ ലളിതകോമളമായ തൻ്റെ ഒരേയൊരു തൃക്കൈകൊണ്ട് ഗോവർദ്ധനത്തെ പൊക്കിപ്പിടിച്ച് ഗോകുലത്തെ രക്ഷിക്കുകയും ഇന്ദ്രൻ്റെ മതം നശിപ്പിക്കുകയും ചെയ്തില്ലേ? ചന്ദ്രികാ പരിപൂർണമായ യമുനാ തീരത്തിൽ വെച്ച് പരമഭാഗ്യവതികളായ ഗോപികളെ ബ്രഹ്മാനന്ദത്തിൽ ലയിപ്പിച്ച രാസലീലയുടെ മഹിമ അവർണ്ണനീയമെന്നല്ലാതെ എന്തു പറയട്ടെ?